ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ സദ്വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി നാം പഠന വിധേയമാക്കാൻ പോകുന്ന അധ്യായം പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് യാസീൻ ആണ്. സൂറത്ത് യാസീനിൽ നമുക്ക് അറിയാവുന്നതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, അത് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച, വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ്. സൂറത്ത് യാസീനെ അള്ളാഹു ഖൽബുൽ ഖുർആൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റു സൂറകൾ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല. ഖൽബുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ ഹൃദയം എന്നർത്ഥം. അതായത് സൂറത്തുൽ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു പ്രാരംഭം എന്ന് പറയുന്നത്, അത് ഖുർആനിൻ്റെ മൊത്തം ആശയങ്ങളെ ഒരു ചെറിയൊരു അധ്യായത്തിൽ അതിനെ മൊത്തം ഒതുക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞതുപോലെ, അത് ഖുർആനിൻ്റെ പ്രാരംഭം എന്ന് സൂചിപ്പിച്ചതുപോലെ, ഇവിടെ അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് വേറെയും അർത്ഥമുണ്ട്. ഖുർആനിൻ്റെ മാതാവ്, ഉമ്മുൽ കിതാബ് എന്നർത്ഥമുണ്ട്. അത് ആ ഉദ്ദേശവും അതിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ സാരാംശങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു, ഖുർആനിൻ്റെ മൊത്തം അധ്യാപനങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, സൂറത്ത് യാസീനെ ഖുർആനിൻ്റെ ഹൃദയം, തുടിക്കുന്ന ഹൃദയം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അത് ഖുർആനിക സന്ദേശത്തെ അതിശക്തിയായി അവതരിപ്പിക്കുക വഴി നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ മരവിപ്പ് അവസാനിപ്പിക്കുകയും നമ്മുടെ ആത്മാവിൽ ചലനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അധ്യായം എന്ന അർത്ഥത്തിലാണ് സൂറത്ത് യാസീനെ ഖൽബുൽ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ യാസീനെ കുറിച്ച് നമുക്കൊരുപാട് ധാരണകൾ സാധാരണഗതിയിൽ സാമാന്യ മുസ്ലിം ജനത്തിൽ നിലവിലുണ്ട്. അതൊരു പ്രത്യേകമായി എല്ലാ ദിവസവും രാത്രിയൊക്കെ അത് പ്രത്യേകമായി പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കും എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എപ്പോൾ പാരായണം ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഒരക്ഷരം നമ്മൾ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ 10 പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സൂറത്ത് യാസീൻ ഓതിയാലും നമുക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും. പക്ഷേ അതുമാത്രം ഇങ്ങനെ ഓതുകയും അതിനെ ആ അർത്ഥത്തിൽ ഓതുന്നത് എന്തോ പ്രത്യേകമായ പ്രതിഫലമുള്ള ഒരു സംഗതിയായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമുദായത്തിലുണ്ട്. പക്ഷെ അതിന് അടിസ്ഥാനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സഹീഹായ ഒരു ഹദീസിൽ ഉദ്ധരിച്ചതായി, നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയവർക്ക് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാക്കും, നിങ്ങൾ ആസന്ന മരണരായവർക്ക് യാസീൻ ഓതി കേൾപ്പിക്കുവിൻ. മൗത്ത എന്ന് പറഞ്ഞാൽ ആസന്ന മരണൻ എന്നാണ്. അതായത് മരണം കാത്തു കിടക്കുന്ന ആളുകൾ, അങ്ങനെയുണ്ടല്ലോ, വളരെ വയസ്സായി, ഒന്നുകിൽ ഒരുപാട് പ്രായമായി വൃദ്ധരായി മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ലാ ഖദർ അള്ളാഹു സംഭവിപ്പിക്കാതിരിക്കട്ടെ, മറ്റേതെങ്കിലും അപകടത്തിലോ രോഗം കൊണ്ടോ ഒക്കെ മരണം ഉറപ്പിക്കപ്പെട്ട ആളുകൾ, കുറച്ചു കാലമേ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ പിന്നെ ഡോക്ടർമാർ, വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് മൗത്ത എന്ന അറബിയിൽ സാധാരണഗതിയിൽ പറയുക. അവർക്ക് സൂറത്ത് യാസീൻ ഓതി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ശരിക്ക് ഒരു മരണത്തിൻ്റെ ആ വേളയിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെല്ലാം മങ്ങാതെ നിൽക്കും എന്നത് മാത്രമല്ല, മറിച്ച് പാരത്രിക ജീവിതത്തിൻ്റെ ഒരു പരിപൂർണ ചിത്രം അവൻ്റെ മുന്നിൽ പ്രത്യേകമായി പ്രത്യക്ഷപ്പെടും. അപ്പോൾ താൻ ഒരു ഐഹിക ജീവിതം എന്ന ഈ താവളം പിന്നിട്ട് കഴിഞ്ഞു, ഇനി തനിക്ക് പിന്നിടാനുള്ള ഘട്ടങ്ങൾ, അത് അഭിമുഖീകരിക്കാനുള്ള ഏതൊക്കെയാണ് ഘട്ടങ്ങൾ ഉള്ളത് എന്നത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലെ മിക്കവാറും അധ്യായങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് യാസീനിൽ അത് വളരെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സൂറത്ത് യാസീൻ ഒരു മരണമാസന്നമായ ആൾക്ക് ഓതി കേൾപ്പിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ മുന്നിൽ കാണാനും അങ്ങനെ ഒരു സമാധാനത്തോടു കൂടി ഈമാനികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മരിച്ചു പോകാനും ഒക്കെയുള്ള ഒരവസ്ഥ സംജാതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയാൻ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അർത്ഥം അറിഞ്ഞ ആളുകൾക്കാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അർത്ഥം അറിയാത്ത, അറബി അറിയാത്ത ആളുകൾക്കാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പരിഭാഷ കൂടി കേൾപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകും. കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കപ്പെടുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി, ആളുകൾ മരിച്ചതിന് ശേഷം ആ വീട്ടിലിരുന്ന് സൂറത്ത് യാസീൻ ഓതുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു. അവിടെ നമ്മൾ ശരിക്ക് ഖുർആനിനെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാകാതെയുള്ള ഒരു പാരായണമായി അത് അവശേഷിക്കുന്നു. അതൊരു ചടങ്ങ് പോലെ അവശേഷിക്കുന്നു. തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്യുന്നത് എപ്പോഴായാലും ആ പാരായണം ചെയ്യുന്ന ആൾക്ക്, അത് സശ്രദ്ധം കേൾക്കുന്ന ആൾക്ക് ഒക്കെ പ്രതിഫലമുണ്ട്, ശരിയാണ്. പക്ഷേ മരണമാസന്നമായവർക്ക് ഓതി കേൾപ്പിക്കാൻ പറഞ്ഞ സൂറത്ത് മരിച്ചതിന് ശേഷം ഓതുമ്പോഴുണ്ടാകുന്ന ഒരു വൈപരീത്യത്തെക്കുറിച്ച്, ഒരു വിരോധാഭാസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സൂറത്ത് യാസീൻ്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തോ അല്ലെങ്കിൽ ഒരു അവസാന ഭാഗത്തോ, അതായത് മക്ക ജീവിതം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും എന്നതാണ് ഇതിൻ്റെ മൊത്തം പ്രതിപാദന ശൈലി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുകയും ഒരുപാട് അക്രമങ്ങളും അതുപോലെ തന്നെ പരിഹാസവും നബിക്കെതിരെ അഴിച്ചുവിടുകയും അങ്ങനെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് സൂറത്ത് യാസീൻ അവതരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ പ്രവാചകനെ എതിർക്കുന്നു, പരിഹസിക്കുന്നു, അദ്ദേഹത്തിനെതിരെ അക്രമമർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നു. ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അള്ളാഹു വളരെ വ്യക്തമായി ഈ സൂറത്തിൽ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും സൂറത്ത് യാസീനിൽ ഒരു ഭീഷണിയുടെ സ്വരം പ്രകടമായും ഇതിൽ മികച്ചു നിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഖുറൈശികളെ, മക്കയിലെ മുശ്രിക്കുകളെ താക്കീത് ചെയ്യുകയാണ്. അതോടൊപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ വ്യക്തമായ തെളിവുകൾ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യാഥാർത്ഥ്യത്തെ വെളിവാക്കി കൊടുക്കുന്നുണ്ട്. അതായത് എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന യാഥാർത്ഥ്യം, പ്രവാചകത്വത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഏകദൈവത്വത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, അതുപോലെ പാരത്രിക ജീവിതത്തെക്കുറിച്ച്, നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ഏകദൈവത്വം, അള്ളാഹു ഏകനാണ് എന്നതിന് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി, ഇത് പിന്നെ ഈ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ പാരത്രിക ജീവിതം, ആഖിറത്തിനെ കുറിച്ച് അതിൻ്റെ തെളിവായി കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയും അതുപോലെ മനുഷ്യൻ്റെ തന്നെ അസ്തിത്വം, അവനിവിടെ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെക്കുറിച്ച് ആ സന്ദേശങ്ങൾ മനുഷ്യബുദ്ധിക്ക് ഇണങ്ങുന്നതാണ്, അത് അംഗീകരിക്കുന്നതിലാണ് ജനങ്ങളുടെ നന്മ. ഇതൊരു അനിഷേധ്യമായ യാഥാർത്ഥ്യമായിട്ട് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച എണ്ണമറ്റ ക്ലേശങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, അതൊക്കെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നിസ്വാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവായിട്ട് ഇതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തെളിവുകളുടെ ബലത്തിൽ അള്ളാഹു സത്യനിഷേധികളോട്, പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകളോട് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ, ഭീഷണികൾ, അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന സന്തോഷ വർത്തമാനങ്ങൾ, നിങ്ങൾക്ക് നൽകുന്ന ഉത്ബോധനങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ താഴുകൾ തകർക്കാനുള്ള, ആ പൂട്ട് തുറക്കാനുള്ള അതിന് മതിയായ വ്യക്തമായ തെളിവുകളാണ് ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ സത്യത്തോട് ചെറിയൊരു ചായ്വെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ തീർച്ചയായും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് യാസീനിനെ ഖുർആനിൻ്റെ ഹൃദയം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ സൂറത്ത് യാസീൻ നമ്മൾ വിശദമായി പ്രതിപാദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, അതിൻ്റെ അധ്യാപനങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.